നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന 1-2 വാർത്തകളുണ്ട്. അതിലൊന്ന് പാസിൻ്റെ വാർഷികമാണ്. വാർഷികത്തിൻ്റെ ഒരു കഴിവെന്നാണ് ഒട്ടധികം കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കുറച്ച് പേരെങ്കിലും ഒരു 150 പേരൊക്കെ അത് സ്ഥിരമായിട്ട് വരുന്നു. അത് വലിയ കാര്യമാണ് ഈ കാലത്ത്. അതും രാത്രിയിൽ 9 മണി 10 മണി വരെയൊക്കെ 5 മണി 6 മണി വരെയൊക്കെ ഇരിക്കുന്നു. നല്ല കാര്യം. അത്തരം കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ലൈല ക്രിയേഷൻസിൻ്റെ 20ാമത് ചലച്ചിത്രമാണ് ഭാവം രൗദ്രം. ഈ സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ കഴിയും, ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ LT ധർമ്മ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഭാവം രൗദ്രം എന്നത്. ഒരു ചലച്ചിത്രകാരി എന്ന നിലയിലുള്ള LT ധർമ്മയുടെ വലിയ ഒരു പരിണാമം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. നല്ല കൈയടക്കമുള്ള ഒരു ചലച്ചിത്രകാരിയായി LT ധർമ്മ മാറി എന്ന ഇതിൻ്റെ ഒരു അനുഭവപ്പെടുത്തലും കൂടിയായി ഈ ചലച്ചിത്രം മാറുന്നുണ്ട്. മഴ എന്ന പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനോഹരമായി ഒരു സിനിമ രൂപപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മഴ പല രൂപത്തിൽ സിനിമയിൽ വരുന്നുണ്ട്. ഒരു കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. പല തരത്തിലുള്ള ഭാവങ്ങളിൽ കൂടി കടന്ന് അത് ഒടുവിൽ മഴ അതിൻ്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് ഉള്ള ഒരു മാറ്റം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മഴ പ്രമേയമായി വരുന്ന ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ, ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി, ജലാധരൻ, വരുൺ എന്നൊക്കെ പേരിലുള്ള കഥാപാത്രങ്ങൾ ഒരു ഡയറക്ടർ ബ്രില്യൻസിനെ കാണിക്കുന്നതാണ്. അത് വളരെ ഉച്ചസ്ഥായിയിൽ തുടങ്ങി മധ്യസ്ഥായിയിൽ കൂടി താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി അത് മധ്യസ്ഥായിയിൽ കൂടി ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണ്. പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ കൂടി, മഴയുടെ ഒരു ഒരു രൂപത്തിൽ കൂടി ആ സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ പോലും ഈ ഡയലോഗുകൾ പോലും ഞാൻ മറന്നിട്ടില്ല. കട്ടൻ ചായയും പരിപ്പ് വടയും മഴയും, അതിനകത്ത് ഇനി ഒരു ജോൺസൺ മാഷും കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ നിന്നും പെട്ടെന്ന് മറ്റൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ കൂടി അവർ വ്യക്തിപരമായി നേരിട്ട ചില ദുരന്ത അനുഭവങ്ങളിൽ കൂടി ഓർമ്മപ്പെടുത്താനും ഒക്കെ ഒരു ഒറ്റ ഡയലോഗിൽ കൂടി ആ മഴയ്ക്കകത്തു കൂടി കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ മനോഹരമായ സിനിമ അനുഭവമാണ് ഈ ഭാവം രൗദ്രം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, 20 സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ. ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ എൻ്റെ അഭിപ്രായം മാറും. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ കഴിയും. ധർമ്മയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ഫാസ് വാർഷികം നടന്നു. ഫൈൻ ആർട്സ് സൊസൈറ്റി ഫാസിൻ്റെ 27ാം വാർഷികാഘോഷം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KG കോശി അധ്യക്ഷത വഹിച്ചു. സീരിയൽ താരം ഐശ്വര്യ സുരേഷ്, സെക്രട്ടറി PMA റഹ്മാൻ, ട്രഷറർ ഇടവട്ടം G കൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. മിമിക്രി താരം ജോസഫ് വിൽസൺ നയിച്ച മെഗാ ഷോയും കിരൺ മോഹൻ്റെ മിമിക്രി പ്രകടനവും കലാപരിപാടികളും മികച്ച സ്കൂളുകൾക്കും വ്യക്തികൾക്കുമുള്ള അവാർഡ് ദാനവും നടന്നു. കുണ്ടറയുടെ സാംസ്കാരിക സംഘടനകളുടെ എല്ലാം ഒരു അംബ്രല്ല ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കുണ്ടറ ഫാസ്. ദീർഘകാലം ഏതാണ്ട് 25 വർഷമായപ്പോഴാണ് നമ്മൾ ശ്രീ കുണ്ടറ ജോണിയെ, ബഹുമാനെയും ചേട്ടനെയെല്ലാം ഇവിടെ ആദരിച്ച ചടങ്ങ്
അതിലും ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ നേരത്തെ MP അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ കുണ്ട്രയുടെ എല്ലാ അനുഗ്രഹീതരായ കലാകാരന്മാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിനുള്ള പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ പാസ് എല്ലാ കാലത്തും വലിയ താല്പര്യം കാണിക്കാറുണ്ട്. ഇപ്പോഴും ഇന്നും ഈ വേദിയിൽ അതുപോലെ വളരെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിത്വങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തൊരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. എല്ലാവരും ഇക്കാലത്ത് ഒരുമിച്ച് ഇരുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. സർവകലാശാല യുവജനോത്സവങ്ങൾ കുറെ വർഷങ്ങൾ തുടർച്ചയായിട്ട് സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, മൂന്നരയിൽ ഒരുപാട് പേരോട് കേട്ടിട്ടുണ്ടാവും. പുതിയ തലമുറയിലെ കുട്ടികളുണ്ടാവാം, അറിഞ്ഞുകൂടാത്തവരുണ്ടാവാം. അവർക്കെല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ഐറ്റം പ്രസന്റ് ചെയ്യാണ്. ശബ്ദമാണ്, ശബ്ദത്തിന്റെ പ്രാധാന്യമാണ്. എനിക്ക് ശബ്ദ സംബന്ധമായിട്ട് അസ്വസ്ഥതകൾ. പഴയ കാലത്തിന്റെ ഓർമ്മയിൽ നമുക്ക് പെട്ടെന്ന് അമ്പലങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ പെട്ടെന്ന് ഫീല് വരുന്ന ഒരു പുള്ളും പാട്ട് എന്ന് പറയുന്ന സംവിധാനം. ഇത് 98 കാലമാണ്. ഈ ഇടയ്ക്ക് മനോരമയുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ അഭിനന്ദനങ്ങൾ കാര്യങ്ങൾ പറയാനായിട്ട് പലരും വിളിച്ചപ്പോൾ നിന്നെ ഓർക്കുമ്പോൾ ആ പുള്ളും പാട്ട് ഓർമ്മ വരും. അത് നീയൊക്കെ ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതിലെന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പുള്ളും പാട്ടിൽ നിന്ന് തുടങ്ങാം. ഇനിയെന്തു വേണമെന്റെ നാഗരാജാവേ, ഇനിയെന്തു വേണമെന്റെ നാഗരാജാവേ, നാഗരാജാവിടത്തുമൊന്നുള്ളി ബാലലക്ഷ്മി നടക്കുമൊന്നുള്ളി, ഇനിയെന്തു വേണമെന്റെ നാഗരാജാവേ. ഒരു കയ്യിൽ തൃശൂലവും മറ്റേ കയ്യിൽ കുന്ത്രാണ്ടവും, ഇനിയെന്തു വേണമെന്റെ നാഗരാജാവേ. അതായത് കവിതകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലോ നമ്മള്. അപ്പൊ ഞാനൊരു കോളേജിൽ സ്ഥിരമായിട്ട് മധുസൂദൻ നായർ സാർ വരാറുണ്ടായിരുന്നു. 3 വർഷം അടുപ്പിച്ച് വന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എനിക്കിതിന്റെ അർത്ഥങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷെ അത് കേട്ടപ്പോൾ എന്തോ അതിന്റെ താളമായിരിക്കും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ സമയങ്ങളിൽ കുറച്ച് സിനിമ ഡയലോഗുകൾ ചെയ്തിരുന്നു. അപ്പൊ അതിലൊരു കവിത. മറക്കണോടോ ഞാൻ എന്തൊക്കെയാണു മറക്കേണ്ടത്, മറക്കണോ ഞാൻ മറക്കണോ എന്തൊക്കെയാണു ഞാൻ മറക്കേണ്ടത്, എന്തുകൊണ്ട് ബാലഭദ്രനൊരു വിവാഹം കഴിച്ചില്ല, എന്തുകൊണ്ട് എൻ രാമഭദ്രനൊരു വിവാഹം കഴിച്ചില്ല, എന്തുകൊണ്ട് മുറ്റത്തൊരു കുഞ്ഞിക്കാൽ ഓടി നടന്നില്ല, എന്റെ ലക്ഷ്മി ഈ വീടിന്റെ ലക്ഷ്മി എൻ കൺമുന്നിൽ കിടന്നു പിടഞ്ഞു പിടഞ്ഞു മരിച്ചതു ഞാൻ മറക്കണോ മറക്കണോ പറയടൂ പറയാ. കവിതയുടെ ഒരു സൈഡിൽ വെച്ചാണ് വിളിച്ചാൽ സിനിമ ഡയലോഗാണ്. അടുത്തായിട്ട് നമ്മുടെ ഹാസ്യ കഥാപ്രസംഗ വേദിയിലെ BD രാജപ്പൻ ചേട്ടന്റെ ഒരു കഥാപ്രസംഗ ശകലം. പ്രിയമുള്ള കലാകാരന്മാരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഇപ്പൊ പറയുന്നില്ലേ, അല്ലെങ്കിൽ വേണ്ട, എന്റെ കഥയുടെ പേര് ടൈറ്റാനിക്. അതാ നോക്കൂ, ടൈറ്റാനിക് കപ്പൽ റോസുകുട്ടി എന്ന് പറയുന്ന പെണ്ണിനടുത്ത് ഒരു കൊച്ചിയാണ്, ഒരു കുഞ്ഞ്, ഒരു പൊടിക്കൊച്ചി. എന്നോട് ചോദിച്ചു, എടി കൊച്ചിയെ, എടി പൊടിക്കൊച്ചിയെ, നീ ഏത് കോളേജിലെ? ഞാൻ കോളേജിലൊന്നുമല്ല, ഇവിടെ അടുത്തുള്ള അധ്യാപീസിലെ. എടി കൊച്ചിയെ, അധ്യാപീസിലേക്ക് എവിടെയായാലും എനിക്കതിന് ഇഷ്ടമാണ്. അതിന്റെ അഭിയും ഈ അയ്യാഭിട്ട് അവള് ഉറക്കം പാടി ചൊണ്ണ ഉള്ളത്തെ അള്ളി അള്ളി തന്നെ
കൊച്ചി ഐ പറഞ്ഞ പറഞ്ഞ എന്റെ ഉള്ളത്തേക്ക് എറിഞ്ഞ അണ്ണല്ലേ. അതിനുശേഷം ഒരു കച്ചേരി അവതരിപ്പിക്കുക. അതും ഇതാണ് കോമഡി ഒരു സംഭവമാണ്. അമ്മുമ്മ കിളി വായാടി, അമ്മുമ്മ കിളി വായാടി, അമ്മുമ്മ കിളി വായാടി. അമ്മുമ്മ കിളി വായാടി, അമ്മുമ്മ അമ്മുമ്മ കിളിയോ, അമ്മുമ്മ അമ്മുമ്മ കിളി വായാടി. അവരുടെ അപ്പൂപ്പൻ വെറും താന്തോന്നേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആരാധനായ ശ്രീ MLA ശ്രീ കൃഷ്ണകൃഷ്ണൻ സാറിൻ്റെ പറ്റി സാറിൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മൾ പരിചയപ്പെടാൻ കുറച്ച് താമസിച്ചു പോയി. ഇവിടെ നിന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് സാർ. അപ്പോൾ എല്ലാവരുടെയും കയ്യടി വേണം. 6 സെക്കൻഡിനുള്ളിൽ ഓരോരോ ഫിഗറിങ്ങനെ വന്നു പോകും. ഓരോ ഫിഗറിനും നല്ല കയ്യടി എന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നല്ലൊരു കയ്യടി. സന്തോഷം ആഗ്രഹിക്കാത്തത് എന്റെ പൊന്നു മാമച്ചാൻ, നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മൾ എടുക്കണം. അത് അച്ഛൻ്റെ പേഴ്സാണോ അമ്മയുടെ PF ആണോ? മോഹനല്ലേ അമ്മേ, മറ്റേ അർജന്റീനക്കാരൻ ഫ്ലെക്സിന്റെ താഴെ എടാ ഇവിടെ വാടാ ഊതടാ, എടാ വലിച്ചൂതടാ, അയ്യടാ. എടാ എടോ തള്ളി ഒടിക്കടാ അവന്റെ കയ്യും കാലും. രാഘവോ രാജപ്പോ നീ ഒളിച്ചിരുന്നാലും മലയാള സിനിമയിൽ ഞാൻ ചെയ്ത് വിട്ടായിരുന്നു ക്ലാസ്മേറ്റ്സ്. അതിനുശേഷം ഞാൻ ചെയ്യാൻ എനിക്കറിയാൻ പേടിയില്ല. മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ സമൂഹത്തിൽ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതമാണ് പോകുന്നത്. നിരീക്ഷണ ബോധം വേണം. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം കൊച്ചിൻ കലാഭവൻ മുതൽ തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് വിഷ്ണു മാജിക്കൽ പറയുന്നത് പോലെ വിഷ്ണു തകഴിന്റെ ബോക്സ് അങ്ങിൽ തകഴി തന്നിട്ട് അങ്ങിൽ തകഴിന്റെ ബോക്സ് വിഷ്ണു പടുകെ പറഞ്ഞ പപ്പടം ഒന്നു പറഞ്ഞി പറഞ്ഞാലോ പപ്പടം തിരുത്തി എന്തിനീ പൂക്കൾ ചിരിക്കുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ടോ. മലയാള സിനിമ എന്ന് പറയുന്നത് പുതിയ പുതിയ ആഴങ്ങൾ തേടിയുള്ള മുഴങ്ങണോ എന്തൊക്കെയാണോ പറഞ്ഞത്? കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് മാത്രമേ ഭാഷ നീ കരുതരുത്. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയെന്ന് പറഞ്ഞാ അത് മതി അവനടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. നടേശ കൊല്ലണ്ട. മുഴങ്ങണു എന്തൊക്കെയാ മുഴകണ്ടേ? എന്റെ ലക്ഷ്മി കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് മാത്രം ഭാഷ നീ കരുതരുത്. അവൻ വേണ്ട. തോക്ക് പ്രസ്ഥാനം ഉപയോഗിക്കും, പക്ഷെ പ്രസ്ഥാനം ഒരിക്കലും തോക്ക് ഉപയോഗിക്കും. രണ്ട് വാക്കുകൾ സഖമാവും. ഞാനും എൻ്റെ മോനും തമ്മിൽ ഗുരുവായൂരപ്പനാണ് ഒരു കുഴപ്പവുമില്ല. അത്
KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ എന്റെ ഒച്ചനെയും കൂടെ ഒതുക്കാൻ നോക്കണ്ട, നടക്കില്ല. അതിന് വെച്ച കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ എല്ലാ ഒന്നും ആനകളാണ്. ഉണ്ണിത്താൻ ചേട്ടൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണല്ലോ ഈ ഗവൺമെന്റ്. എനക്ക് പറയാനുള്ള കാര്യങ്ങള് അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ശീലമുള്ള ആളാണ് ഞാൻ. കേരളത്തിൽ ഇന്ന് കേരളമാണി ഘോഴ മേടിച്ചു എന്ന് പറയുന്നത് വലിയ പൈശാചികവും മൃഗീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സംതിങ് വിച്ച് ഈസ് നോട്ട് ഹാപ്പൻഡ് ഇൻ ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്ത അതോ അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ആവശ്യമില്ലാത്ത വല്ലതും വിളിച്ചു പറഞ്ഞാൽ പറ്റുമോ? എന്നിട്ട് വായിക്കുന്ന പൊളിച്ച വല്ലതും കേൾക്കുന്നു. ഈ മാറി നിന്റെ തന്തയ്ക്കാവട്ടെ. ശാരദി നിക്ക്, ഇങ്ങനെ അടുത്ത് വരാനാ പറഞ്ഞത്. ഇങ്ങടുത്ത് വന്നാൽ അമ്മയുടെ ബാബുമോൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരുന്നു. അമ്മേ അമ്മേ, എനിക്കും സരളയ്ക്കും കുട്ടികളില്ലാത്ത കാലത്ത് ഞാൻ ഒറ്റയ്ക്കൊരു കത്തി കളിക്കാനുള്ള സാധനമല്ല, സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ചോറ് പിടിയും. വേണ്ട, ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നു. ഇന്നത്തെ ഞാൻ കാട്ടാപ്പള്ള പെണ്ണെ കൊണ്ട് കർണാടകയ്ക്ക് തന്നെയായിരിക്കും മല്ലയ്യ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് എനിക്ക് വേടാ പറ്റി, എനിക്ക് വേടാ എന്റെ കച്ചമ്മേ. കച്ചമ്മ നീ ഇല്ല എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങേ ഡൽഹിയിലോട്ടാ പെട്ടി. അറിയാമോ ഒരു 2 രൂപ ഇങ്ങ് തന്നേറ്റി. കാലത്ത് കോളേജിൽ കൊണ്ട് വിടുകയും തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയും വേണം. മിറ്റം കാശൊന്നും കണക്കാക്കണ്ട. സോരണം ഒരു അത്യാവശ്യം നടപ്പോക്കിന് 500 രൂപ ഇനി ആവർത്തിക്കണം. അതാണ് ബുക്കിലുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഇത് ദാസമഞ്ചേട്ടൻ, ഇത് കണ്ണപ്പച്ചേട്ടൻ. മാധ്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കുട്ടിക്കൂറവാകുമ്പോൾ അച്ഛൻ കൂറയും അമ്മക്കൂറയും സകലകലാവല്ലവൻ, പക്ഷെ വകടിരുവ് വട്ടപ്പൂട്ട്. അയ്യോ പാവം, വന്നാട്ട് ഇരുന്നാട്ട് കുടിക്കാൻ ചായയോ കാപ്പിയോ. എന്താണ് നിന്റെ പേര്? കൊള്ളാം, സ്റ്റൈലൊക്കെ നാളെ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവര് 3 പേരുമാണ് എന്റെ ഹീറോ. നെത്തികെ ഡിംഗിൾ അല്ലേ? ഇതൊക്കെ ചീപ്പാണ് ആർട്ടിസ്റ്റ് പറ്റി. മഹാമാത വിഗ്രഹം കൃഷ്ണ, ഞാൻ നിന്റെ തൊന്ന കാശനാണ്, എന്നെ വിളിച്ചു വെച്ചിട്ടും കാശനാണ്. നമ്മളുടെ എടാ പരമാവധി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കാൻ പോകുന്നത്? ട്രാൻസ് അതെടാ, ഞങ്ങൾ തെരുവോട്ടിയാണ്. തെരുവോട്ടിയാൽ കുറവില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. കൈ കണ്ടോ നീയാ? ഇവറ്റെല്ലാം തഴമ്പുണ്ടോ നീയാ? എടാ ലാഹകള് വക്കച്ച കൊന്നു. ആരടാ എന്റെ പൈസ എടുത്താൽ അതിന്റെ കമല പഠിച്ചു തീർന്നില്ലല്ലോ. നീ പഠിച്ചോ. വിമൽ സാർ നല്ല മനസ്സാണ്. വിമൽ സാറിന്റെ കുറെ പൈസ വിമൽ സാർ അങ്ങോട്ടോടും. എടാ ജോസ, ഒന്നും കണ്ടല്ല 10 ലക്ഷം മാടീസാക്ക എന്നോട്ട് എന്താത്തല്ലേ കാശൊക്കെ തരുന്നുണ്ടവരെ. എന്റെ കഴിറാങ്കിട്ട് തരുന്നല്ല അവര്. 16 കൊല്ലം പൂഴുകൊണ്ട് മാറിയിട്ട് അപ്പനത് പ്രതിജ്ഞ ചെയ്തിരുന്നു. അവന്റെ കണ്ണുകളിൽ കാണും. വിളിച്ച നാട്ടുകൊണ്ട് എന്നെ കൊണ്ട് വേറെ മോനെ അബൂക്കാന്റെ നമ്പർ എപ്പോഴാ വിടുക? കോമാളി കരയാൻ പാടില്ല. ചത്ത அந்த ஏரியா இந்த ஏரியா அந்த இடம் இந்த தூக்கு அதான் எனக்கு வேணும். நீ என்ன வேலை விட்டு தூக்கிட்டேனா என்ன பார்த்து பயந்துட்டேன்னு அர்த்தம். சுடி நான் என் பேரை சொன்னேன். எந்த ஒரு விஷயம் யாரா சொல்லலையா? சிவாஜி கணேசன் பார்த்துருக்கு, எம்டிஆரை பார்த்துருக்கீங்க. யாரா நீ என்ன படிப்படா? നിങ്ങൾ ചെയ്ത വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ 10 വർഷം വേണം മിസ്റ്റർ ന്യൂറൻ. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കോട്ടമായി തെറ്റില്ല. എന്റെ പൊന്ന് സാറുമാര്, ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ. എന്റെ പൊന്ന് ഈയപ്പാമാര്, ഇതെന്റെ ഒരേ ഒരു മോനാണ്. ഓ എന്റെ മോനെ, ഞാൻ നിന്റെ ബാബ, നിന്റെ കുഞ്ഞു പെങ്ങൾ. ഈ കാണുന്നതെല്ലാം നിനക്കാണ്. ഓ എന്റെ
വീണ്ടും ചാപ്പിപ്പോയി അബദ്ധം മറന്നു കിടക്കും. എടോ വിശ്വം, താൻ അവളെ കാണണം, കണ്ട് സംസാരിക്കണം, കണ്ട് സംസാരിച്ചിട്ട് ശേഖരനൊരു പത്മജി നിന്റെ അവിടെ നായിരി പത്മജിച്ചാരുണ്ടോ? പത്മജിച്ചാർ ഒരുങ്ങി. അശോക അശോക ഇതാണ് ഇവന്റെ വലിയ സർപ്രൈസ്. എന്നാ നീ ഒന്നും കൊണ്ടോടി. എടാ നാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടല്ലേ അളിയ, നിങ്ങൾക്കറിയാമോ 17 ആൾക്കാരെ കുറെ പെൺകുട്ടികൾ കുമരകിഴി വികാരി ഫാദർ ഒറ്റപ്പിളാക്ക് ആരി അമ്മേന്റെ പറയണേ കൂടാ, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ എന്റെ സ്നേഹം മനസ്സിലാക്കി ഇടിയും കൊണ്ട് ചമ്പനാറിയല് ഞാനടാ കരാട്ടക്കാരൻ പാടാവണ്ണി ഒറ്റ കണ്ണി കണ്ട പെമ്പിളാരൊക്കെ ഏത് പാതിരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൗവാ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ സ്വദേശു സാധി സതതം സുധാത്യ വിദ്യാധിധായനൽ എന്റെ പൊന്നു മുകേഷ്, ആ ധർമ്മം പറഞ്ഞനുസരിച്ച് ഞാനും ആരെയും കൂടി ഇവന്റെ വീട്ടിൽ പോയതാ. എന്റെ പൊന്നിയായിട്ട് അവിടെ ഞാൻ പറഞ്ഞത് മലയാളം, താൻ പറഞ്ഞതും മലയാളം. ഇതിങ്ങനെ തർജ്ജമ കൊടുക്കാൻ ഞാൻ ഇഷ്ടമാണോ എനിക്കിഷ്ടമാണോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാ. ഇവടക്കമാണ് സ്റ്റെപ്പ് ഇട്ടുള്ള ബസ്സിന്റെ സ്റ്റെപ്പ് കാണാനേ സ്റ്റെപ്പ് ഇട്ടുള്ളൂ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചെയ്താൽ സജീവനാണോ പക്ഷേ മലയാള സിനിമ അവൾ അവിടെ കൃത്യമായി പോയി കാണും ദുർഗെ നിന്റെ അങ്ങനെ പറയുന്ന വെച്ചാൽ ആരാലും നിങ്ങൾ പിങ്കയെ കാട്ടിൽ കളഞ്ഞിട്ട് വിചാരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. എന്റെ ഉമ്മയുടെ ഒരു കോഴി കുതിരെ പോലെ ഞാൻ കൊന്നിട്ട്. അളിയാ, the money you deposit in Harris Finance is safe. നീ എന്റെ കൂടെ വിശ്വസിക്കலையா? ഞാൻ നിനക്ക് പൈസ തരാം. പെപ്പേ, നമ്മൾ പറഞ്ഞല്ല കാര്യങ്ങൾ വേണ്ടത്. കൊച്ചിറക്ക ഇതാണ് തോട്ട അല്ലടോ, അപ്പൊ ഓളി കഴിക്കില്ല. ഇതാപ്പ കുട്ടി ഇതല്ല കുട്ടി. അല്ല മീനെ, ഇവരുടെ മാറ്റങ്ങളെ പറയുന്നത്. ഒന്ന് ഇവർ രൂപത്തിലുണ്ടായ മാറ്റം, അടുത്തത് ഇവരുടെ കലാപരമായ മാറ്റം. എല്ലാം ഒന്നും പറയല്ല. പ്രത്യേകിച്ച് ഇനി പറഞ്ഞല്ലോ തന്നെ ഇവരെ ശബ്ദങ്ങൾ മാറ്റി മാറ്റി ദൈവം ഒന്നും പറയല്ലേ കിടക്കാത്ത എന്നാവില്ലാടി നോക്കുന്നേ. വലിയ ഇരിപ്പാണുമ്പോഴാ. എടാ ഇതുപോലെ ഞാൻ ഇരുന്നിട്ടുണ്ട് പണ്ട് 97. Excuse me, if there is a way. ഈ പാവാടെന്ന് പറയുന്ന ഈ നക്ഷത്രം നീ കണ്ടിട്ടുണ്ടെങ്കിൽ കറുത്ത കോഴി വെളുത്ത മുട്ട് തരും എന്ന് കരുതി വെളുത്ത കോഴി കറുത്ത മുട്ട് തരണമെന്നില്ല. ഞാൻ ചോദിക്കുന്നു, എന്താ ജോലി പഠിപ്പിക്കുക. അത് ചെയ്യുമ്പോ കയ്യോ കാലോ തട്ടിന്നോ മുട്ടിന്നോ ഒക്കെ ഇരിക്കും. അതിന്റെ പേരിൽ എടാ സഹായി, എടാ ഇവിടെ വാടാ. എന്തെങ്കിലും പറഞ്ഞ് അവിടെ കിട്ടണം. കൊണാന്ന് അവിടെ കിട്ടണം. ഇവിടെ മാറ്റ് നമ്മുടെ നാട്ടിന് ഒരു 10 പിടിച്ച അതിലൊമ്പതാണോ കൈ നിറയെ വെണ്ണ തരാ ആർക്കും തോൽക്കാതെ പായം സൂര്യനെ. ഇവിടെ ഈ കൗൾ ഷാപ്പ് എവിടാ? ഞാൻ പഠിച്ച് ജോലി സമ്പാദിച്ച് പൈസ നേടി അങ്ങനെ മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാമദാസിന്റെ മകൻ ചിതൻ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നീ ഇപ്പൊ വായിച്ച വേദവസ്ത്രത്തിലെ ദുഷ്ടന ശത്രുവാദം is the comedy also powered by Sunitra Mattress, V-Star, Second Ago, and North Republic Churchill. My life between 23 years and 23 years. Thanks to God, thanks to... Oh, അത്ഭുതകരമായ ഗോൾ! നാം തിരുമ്പി വന്നിട്ടാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ.
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുളം യാത്ര ദുരിതം. പെരിനാട് പഞ്ചായത്തിൽ 17-ാം വാർഡിലെ സഹകരണ സംഘം മുതൽ പെരിനാട് വില്ലേജ് ജംഗ്ഷൻ വരെയുള്ള റോഡ് തകർന്ന് കുളമായിട്ട് വർഷങ്ങളായി. റോഡിന്റെ ഒരു ഭാഗം നന്നാക്കിയെങ്കിലും SC ST വിഭാഗങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് യാത്ര ദുരിതമായി തകർന്നു കിടക്കുന്നത്. നിരവധി വാഹനങ്ങൾ ആണ് ദിനംപ്രതി ഇതുവഴി പോകുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തിയിട്ടും അധികൃതർ മൗനം തുടരുകയാണ്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഗ്രന്ഥശാല ബാലോത്സവം നടത്തി. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിൽ ബാലോത്സവം നടത്തി. ബാലവേദി അംഗങ്ങൾക്കായി UP HS വിഭാഗത്തിൽ വിവിധ മത്സരങ്ങൾ നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പള്ളിമൺ പ്രേംഷാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം B. ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി N. പ്രഭാകരൻപിള്ള സ്വാഗതവും MS ശിശിര നന്ദിയും പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. സ്കൂൾ ശാസ്ത്രമേള സംഘാടക സമിതി രൂപവത്കരിച്ചു. ഒക്ടോബർ 10, 13 തീയതികളിൽ ഇളമ്പള്ളൂർ KGB ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന കുണ്ടറ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയുടെ സംഘാടക സമിതി രൂപവത്കരണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ S. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് S. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക D. ഗീത, VK ആദർശ് കുമാർ എന്നിവർ സംസാരിച്ചു. ചെയർമാനായി ST അഭിലാഷ്, കൺവീനറായി D. ഗീത എന്നിവരെ തെരഞ്ഞെടുത്തു. പോസ്റ്റർ ഡിസൈനിങ് മത്സരം 2026 ജനുവരി 9, 10, 11 തീയതികളിലായി കൊല്ലത്ത് നടക്കുന്ന കേരള യുക്തിവായ സംഘം 34ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ലോഗോ പോസ്റ്റർ ഡിസൈനിങ് മത്സരം നടത്തുന്നു. ലോഗോയുടെ രൂപകൽപ്പനയിൽ യുക്തിവാദം, മാനവികത, പുരോഗമന ചിന്ത, കൊല്ലം എന്നീ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഒക്ടോബർ 12-നകം ലോഗോ, പോസ്റ്റർ എന്നിവ ഡിസൈൻ ചെയ്ത് അയക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെൻറ്റോയും സമ്മേളന വേദിയിൽ വെച്ച് നൽകും. ഡിസൈനുകൾ അയക്കുന്നതിനും വിശദ വിവരങ്ങൾക്കുമായി 90 74 69 05 16, അടുത്ത നമ്പർ 94 46 90 97 43, അടുത്ത നമ്പർ 98 47 35 82 98, ഒരു നമ്പർ കൂടി
94 47 05 15 45 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 22 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് താങ്കൾക്ക് കാണാവുന്നതാണ്. അല്ലെ, 6 മുതൽ നീതി വരെയുള്ള സിനിമകളാണ് യൂട്യൂബിലുള്ളത്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ നീതി ഞങ്ങളൊരു പ്രത്യേക തരത്തിൽ എടുത്ത സിനിമയാണ്. അതിൻ്റെ സംവിധാനത്തിലും അതിൻ്റെ ചിട്ടപ്പെടുത്തലിലും ഒക്കെ വേറെ വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ ആ സിനിമയിൽ നിന്ന് കാണുകയും താങ്കളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.